നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇടയ്ക്കെങ്കിലും ഉണ്ടാവാറുണ്ടല്ലേ ടോട്ടലി അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ദിവസങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. വലിയൊരു ടു ഡു ലിസ്റ്റ് തന്നെ നമ്മുടെ മുൻപിൽ ഉണ്ടാവും. പക്ഷേ ഒന്നും ചെയ്ത് തീരാത്ത ദിവസങ്ങൾ. ചിലപ്പോൾ നമ്മുടെ ഇന്റർനെറ്റ് ഡൗൺ ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കാം. ചിലപ്പോൾ ഒട്ടും മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാത്ത ദിവസങ്ങളായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ വേണ്ടതൊന്നും തന്നെ ചെയ്യാത്ത ദിവസങ്ങളായിരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ എന്തൊക്കെയോ ആലോചിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കാതെ നടക്കുന്ന ദിവസങ്ങളായിരിക്കാം. മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളായിരിക്കാം. വൈകുന്നേരം അയ്യോ ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ടിവിയുടെ മുൻപിലായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ദിവസങ്ങളായിരിക്കാം. ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, വേറെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആക്ച്വലി ചെയ്യാനുണ്ടായിരുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ വല്ലാത്ത കുറ്റബോധം തോന്നുന്ന, വല്ലാതെ വിഷമം തോന്നുന്ന ദിവസങ്ങൾ. അയ്യോ ഞാനിതെന്താ ഇങ്ങനെ ആയിപ്പോയേ എന്ന് സ്വയം ചിന്തിച്ച് നാണക്കേട് തോന്നുന്ന ദിവസങ്ങൾ. ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇടയ്ക്കെങ്കിലും ഉണ്ടാവാറുള്ളതാണ്. അത് എത്ര പ്രൊഡക്റ്റീവ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളായാലും അവർക്കും എങ്ങനെയുള്ള ദിവസങ്ങളുടെ കാര്യങ്ങൾ പറയാനുണ്ടാവും. സോ അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ദിവസത്തെ നമ്മൾ രക്ഷിച്ചെടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റീവ് ദിവസമായിട്ട് ആ ദിവസത്തെ അവസാനിപ്പിക്കേണ്ടത്, അതിന് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഹൗ ടു ബൗൺസ് ബാക്ക് ആഫ്റ്റർ ആൻ അൺപ്രൊഡക്റ്റീവ് ഡേ ഓർ ഹൗ ടു സേവ് ആൻ അൺപ്രൊഡക്റ്റീവ് ഡേ. എങ്ങനെയെങ്കിലും ആ ദിവസം വളരെ സാറ്റിസ്ഫൈങ് ആയിട്ട് അവസാനിപ്പിക്കാൻ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെങ്കിൽ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഈ അൺപ്രൊഡക്റ്റീവ് ഡേയ്സ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. നേരത്തെ പറഞ്ഞ പോലെ മോട്ടിവേഷന്റെ കുറവായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ടയേർഡ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരുന്നതായിരിക്കാം. ചിലപ്പോൾ ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് സമയം പോകുന്നത് അറിയാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിന് സമയം കിട്ടാത്തതായിരിക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നു ചേരുന്നത് കൊണ്ട് ആ ദിവസം അൺപ്രൊഡക്റ്റീവ് ആയിട്ട് മാറുന്നതായിരിക്കാം. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ അൺപ്രൊഡക്റ്റീവ് ഡേയ്സ് ഉണ്ടാവാം. എന്ത് തന്നെയായാലും അത് സോൾവ് ചെയ്യാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. നമ്മൾ ആ സിറ്റുവേഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ ചിലപ്പോൾ ഒരു 5 മണിക്ക് നമ്മൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും അയ്യോ ഇത്രയും നേരമായിട്ട് ഒന്നും നടന്നില്ല എന്ന്. അതേ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ ആ ദിവസം മുഴുവനായിട്ടും ഒരു അൺപ്രൊഡക്റ്റീവ് ഡേ തന്നെ ആയി മാറും. സോ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ടു ഡു ലിസ്റ്റ്, ചെറിയൊരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി രാവിലെയോ അല്ലെങ്കിൽ തലേ ദിവസമോ പ്രിപ്പയർ ചെയ്ത് വെച്ച ടു ഡു ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു കുറ്റബോധം തോന്നാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു ടു ഡു ലിസ്റ്റ്, ഇപ്പോൾ എനിക്കുള്ള ഈ സമയം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് ആലോചിച്ച് ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന, ഒരു സമാധാനം തരുന്ന, കുറ്റബോധത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമോ ആവണമെന്ന് ഞാൻ പറയില്ല. കാരണം അത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെയും ചെയ്യാനുള്ള മൂഡ് ഉണ്ടാവാൻ സാധ്യതയില്ല. സോ അതുകൊണ്ട് എളുപ്പമുള്ളതായാലും വിരോധമില്ല, നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടാസ്ക് എങ്കിലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു ടൈമർ വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് വേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ടൈമർ വെച്ച് ആ കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുക. വേറെ ഇനി വലിയ ആലോചനയ്ക്കൊന്നും നിൽക്കണ്ട. സ്വയം കുറ്റപ്പെടുത്താനോ സ്വയം നാണക്കേട് തോന്നാനോ ജസ്റ്റിഫൈ ചെയ്യാനോ ഞാൻ ഇന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയത്, ഇന്ന പ്രശ്നം വന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയത്, ഓക്കെ അതൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ള കാര്യം അത് എത്ര ചെറുതാണെങ്കിലും എത്ര ഇമ്പോർട്ടന്റ് ആണെങ്കിലും എത്ര വലുതാണെങ്കിലും ഒരു ടൈമർ സെറ്റ് ചെയ്ത് ആ കാര്യം ചെയ്ത് തുടങ്ങുക തന്നെ ചെയ്യാം. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, അതിൽ നിന്ന് ഒരു ടാസ്ക് ചൂസ് ചെയ്യുക, ആ ടാസ്ക് ചെയ്യാനായിട്ട് ഒരു ടൈമർ സെറ്റ് ചെയ്യുക, ടാസ്ക് ചെയ്തു തുടങ്ങുക. ഇനി നിങ്ങൾക്ക് തീരെ ഒട്ടും തോന്നുന്നില്ല, ടു ഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തു, അതത്ര വലിയ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് അത് ചെയ്തു, പക്ഷെ ഒരു ടാസ്ക് പോലും എടുക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചേഞ്ച് ദ സീനറി എന്നൊക്കെ പറയാം. ഷിഫ്റ്റ് യുവർ എൻവയോൺമെന്റ്. നിങ്ങൾ കുറെ നേരമായിട്ട് കട്ടിലുമ്മ കിടന്ന് മൊബൈൽ നോക്കി നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ട് കിടക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ പതുക്കെ ആ കിടക്കേന്നൊന്ന് പൊന്തുക. ഒരു ടേബിളിലോ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ടേബിൾ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുക. അല്ല വീട്ടിലെ ജോലികളാണ് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ കിച്ചണിലേക്കോ എവിടെയാണോ ആ കാര്യം ചെയ്യാനുള്ളത് അങ്ങോട്ട് പോവുക. കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പുസ്തകമൊക്കെ ഒന്ന് തുറക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടായിരുന്ന ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് മാറുക. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ കോഫി ഷോപ്പിൽ പോയിരുന്ന് വർക്ക് ചെയ്യുന്ന കാണാറുണ്ട് അല്ലെ. നമ്മുടെ നാട്ടിലൊന്നും അത്ര ഒരു കോമൺ അല്ല അത്. പക്ഷെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാതെ പുറത്ത് കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ഇന്ന് വർക്ക് ചെയ്യുന്ന ആളുകളെ കാണാം. അതെന്തുകൊണ്ടാണ്? ആ ഒരു നോർമൽ എൻവയോൺമെന്റ് മാറി കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും.
നോവൽറ്റി എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. സോ നമുക്ക് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് വേറെ വീടിന് പുറത്ത് പോകാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഇരുന്നിരുന്ന സ്ഥലത്തു നിന്നൊന്ന് എഴുന്നേറ്റ് വേറൊരു റൂമിലേക്ക് പോവുക, കിടക്കായിരുന്നു എന്നുണ്ടെങ്കിൽ ടേബിളിൻ്റെ അടുത്തേക്ക് പോവുക, കിച്ചണിലേക്ക് പോവുക, ലിവിംഗ് റൂമിലേക്ക് പോവുക, നമ്മുടെ എൻവയോൺമെന്റ് ഒന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യമാണ്, എന്തെങ്കിലും ഒരു ക്ലീനിങ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്പേസ് ആയാലും, ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ സ്റ്റഡി ടേബിൾ ആവാം, വീട്ടമ്മമാർക്കാണെങ്കിൽ കിച്ചൺ സിങ്കോ അല്ലെങ്കിൽ ലിവിംഗ് റൂമിലെ സോഫയോ, അങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞു സ്പേസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീക്ലറ്ററിംഗ് ആണ്. അത് മെന്റലി നമ്മളെ ഡീക്ലറ്റേർഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു അൺപ്രൊഡക്ടിവിറ്റി അതിൽ നിന്നൊക്കെ ഒന്ന് മാറാനായിട്ട് ഈ ഡീക്ലറ്ററിംഗ് ഓർ ക്ലീനിങ് അപ്പ് വളരെ ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. സോ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇനി വേറൊരു കാര്യം ചെയ്യാവുന്നതാണ്, ഗെറ്റ് ഔട്ട്സൈഡ്. നമ്മൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങുക. ഇപ്പം നിങ്ങൾക്ക് ഒന്ന് ഒരു റൗണ്ട് അടിച്ച് വരാൻ കാറിലോ അല്ലെങ്കിൽ സ്കൂട്ടറിലോ ഒക്കെ ഒരു റൗണ്ട് അടിച്ച് വരാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ വാക്കിന് പോവാം. ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതും ഈ ഒരു അൺപ്രൊഡക്റ്റീവ് മൂഡ് മാറ്റാനായിട്ട്, കാര്യങ്ങളൊന്ന് ചെയ്തു തുടങ്ങണം, ഒന്ന് ആക്റ്റീവ് ആവണം എന്നുള്ള ഫീലിംഗ് കൊണ്ടുവരാനായിട്ട് നല്ല ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. ഈ എക്സസൈസ് ചെയ്യുന്നത് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ എനർജി ഡ്രെയിൻ ഔട്ട് ആവുന്ന ഒരു പ്രോസസ്സാണ് എന്നാണ്. അങ്ങനെയല്ലെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് എനർജി കിട്ടുകയാണ് അത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് കൂടുതൽ ഫ്രഷ് ആവുകയാണ് അത്ര ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ വർക്കൗട്ടോ വാക്കിംഗ് ഒരു എക്സസൈസ് ആയിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അതോ സൈക്ലിങ്ങോ, ഈവൻ വീട്ടിലിരുന്ന് തന്നെ യൂട്യൂബൊക്കെ നോക്കി ചെയ്യാവുന്ന കുറെ എക്സസൈസുകളൊക്കെ ഉണ്ട് അല്ലേ. സോ അങ്ങനെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ഒന്ന് ഉഷാറാവാനായിട്ട്, നമ്മുടെ ബ്രെയിനൊരു ബൂസ്റ്റ് കിട്ടാനായിട്ട് നല്ലൊരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ സ്വയം ഒന്ന് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ സ്വയം ഒന്ന് കെയർ ചെയ്യുന്നത്, സെൽഫ് ലവ്, സെൽഫ് കെയർ എന്നൊക്കെ പറയും. ഇങ്ങനെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ദിവസം സാധാരണ ചെയ്യുന്ന ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പലപ്പോഴും നമ്മൾ ചെയ്യാൻ വിട്ടുപോകും അല്ലെങ്കിൽ മടി തോന്നാറുണ്ട് അല്ലേ. സോ ഒന്ന് സ്വയം പാമ്പർ ചെയ്യുക. അങ്ങനെ പാമ്പർ ചെയ്യാൻ പലർക്കും പല വഴികളായിരിക്കും. ചിലർക്ക് റീഡിംഗ് ആയിരിക്കും, ചിലർക്ക് സ്കിൻ കെയർ ആയിരിക്കും, ചിലർക്ക് മെഡിറ്റേഷൻ ആയിരിക്കും. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് സ്വയം ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അതെന്തായാലും ചെയ്യാം. അതേപോലെ തന്നെ ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്ലാൻ ഫോർ ടുമോറോ എന്നുള്ളത്. ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും സമയം ഞാൻ വേസ്റ്റ് ആക്കി എന്നുള്ള കുറ്റബോധം ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പിറ്റേ ദിവസവും ഇതേപോലെ അൺപ്രൊഡക്റ്റീവായിട്ട് കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു അൺപ്രൊഡക്റ്റീവ് ഡേ എന്നുള്ളത് ഒരു ദിവസത്തിലൊന്നും നിൽക്കില്ല. ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ മാസങ്ങളോ നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. സോ നെക്സ്റ്റ് ഡേ എഴുന്നേറ്റ സമയം തൊട്ട് ഉറങ്ങുന്ന സമയം വരെ ഞാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. നമ്മൾ ഇടുന്ന ഡ്രസ്സ് ആവാം, അതുപോലെ വീട്ടിലെ കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാവാം, ഷോപ്പിംഗ് ചെയ്യേണ്ടതായിരിക്കാം. അങ്ങനെ എന്ത് കാര്യമായാലും വെൽ പ്രിപ്പയർഡ് ആയിരിക്കാനായിട്ട്, നെക്സ്റ്റ് ഡേ കറക്റ്റായിട്ട് ശരിയായിട്ടുള്ള ടോണിൽ തുടങ്ങാൻ വേണ്ടി, വെൽ പ്രിപ്പയർഡ് ആവാൻ വേണ്ടി നന്നായി തന്നെ പ്ലാൻ ചെയ്യുക. ഈ പ്ലാനിങ് എന്നുള്ളത് പലർക്കും ഒരു തെറാപ്യൂട്ടിക് ഇഫക്റ്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. പലർക്കും പല കാര്യങ്ങളാണ്. ചിലർക്ക് ജേർണലിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലർക്ക് ക്ലീനിങ് ചെയ്യുന്നത്, കുക്കിംഗ് ചെയ്യുന്നത്, എക്സസൈസ് ചെയ്യുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്ലാനിങ് എന്നുള്ളത്. വെറുതെ പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, നെക്സ്റ്റ് ഡേ അതേപോലെ കണ്ടിന്യൂ ചെയ്യും വേണം. സ്റ്റിൽ പ്ലാൻ ചെയ്യാനായിട്ടും കുറച്ച് സമയം മാറ്റിവെക്കുക. ഇനി അതേപോലെ തന്നെ ട്രൈ ടു കീപ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ജോമോന്റെ സുവിശേഷങ്ങൾ എന്നുള്ള മൂവിയിൽ ദുൽഖർ സൽമാൻ ചെയ്ത ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്, നേരം ഇത്രയായ സ്ഥിതിക്ക് ഇനി നാളെ മുതൽ ഞാൻ നേരെ ആയിക്കോളാം എന്ന് പറയുന്ന പോലെ, ഇനിയിപ്പോൾ ഇത്രയും സമയമായില്ലേ, ഇനി ഞാൻ നാളെ ചെയ്തു തുടങ്ങാം എന്നൊന്നും ചിന്തിക്കാതെ ഇപ്പൊ തന്നെ നിങ്ങളെ കൊണ്ട് ആ ഒരു ദിവസത്തെ മാറ്റിമറിക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ആലോചിക്കുക, അത് ചെയ്യുക. ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയല്ലോ എന്നുള്ള കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ നാണക്കേട് കൊണ്ടോ നെക്സ്റ്റ് ഡേയും ഇതേപോലെ തന്നെ ആവാൻ ഒരിക്കലും അനുവദിക്കരുത്. അതിൽ നിന്ന് എന്ത് മാറ്റമാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ആലോചിക്കുക. ശരിയായിട്ടുള്ള മൈൻഡ് സെറ്റോടു കൂടി പിറ്റേ ദിവസം മുതലെങ്കിലും കംപ്ലീറ്റ് ഞാൻ പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും എന്ന് ചിന്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും ഒരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു റീസൺ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും അസുഖമായിരിക്കാം, അല്ലെങ്കിൽ ശരീരം ക്ഷീണം തോന്നുന്നതായിരിക്കാം, വളരെ സങ്കടമുള്ള ഒരു ഫേസിലൂടെ കടന്നു പോകുന്നതായിരിക്കാം, അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എന്താണെങ്കിലും അത് കണ്ടുപിടിച്ച് ചെയ്യാനും ശ്രമിക്കുക. സോ ഈ അൺപ്രൊഡക്ടിവിറ്റി എന്നുള്ളത് ആക്ച്വലി ഓഫ് കോഴ്സ് നമ്മുടെ പഠിത്തത്തെയോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെയോ ജോലിയെയോ ഒക്കെ ബാധിക്കും. എന്നാൽ അതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് നമ്മുടെ വെൽ ബീയിങ്, മെന്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ എല്ലാ ദിവസവും അൺപ്രൊഡക്റ്റീവായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത, സെൽഫ് വെർത്ത് തോന്നാത്ത, സെൽഫ് കോൺഫിഡൻസ് കുറയുന്ന ഒരു അവസ്ഥയുണ്ടാവും. സോ അൺപ്രൊഡക്റ്റീവ് ആവുന്നത് കൊണ്ട്
ഒബ്വിയസ് ആയിട്ടുള്ള കുറേ കാരണങ്ങളുണ്ട് നേരത്തെ പറഞ്ഞത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മെന്റൽ വെൽബീയിങ്ങിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ അൺപ്രൊഡക്റ്റീവ് ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനെ ഓവർകം ചെയ്യാനായിട്ട്, എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യാനായിട്ട്, എത്രയും പെട്ടെന്ന് ആ ദിവസത്തെ സേവ് ചെയ്യാനായിട്ട്, അങ്ങനെ വളരെ പ്രൊഡക്റ്റീവായി തന്നെ വളരെ ഹാപ്പിയായി സാറ്റിസ്ഫൈഡ് ആയിട്ട് കിടന്നുറങ്ങാൻ തന്നെ നമ്മളെ കൊണ്ട് സാധിക്കണം. സോ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്താണോ വർക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കാൾ നിങ്ങൾക്ക് വർക്കാവുന്ന വേറെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. നമ്മുടെ എൻവയോൺമെന്റ് മാറ്റാനായിട്ട് ശ്രമിക്കുക. ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, പ്ലാൻ ചെയ്യുക നന്നായിട്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ അൺപ്രൊഡക്റ്റീവ് ഡേയ്സിനെയും പ്രൊഡക്റ്റീവ് ഡേയ്സ് ആക്കി മാറ്റാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്തരം വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.